പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ സർക്കിൾസിൽ 2 പാർട്ട് തീർത്തു. 2 പാർട്ടിലും കുറേ തിയറംസും കുറേ പ്രൂവ് ദാറ്റ് പ്രോബ്ലംസൊക്കെ തന്നെയാണ് അല്ലേ. എല്ലാം വൃത്തിയായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു. ഒരു തിയറത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് അധികം വന്നത്. പിന്നെ 8th പഠിച്ചിരിക്കുന്ന ഈക്വൽ ട്രയാങ്കിൾസ് ഇവിടെ ആവശ്യം വന്നിട്ടുണ്ട് അല്ലേ. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ പ്രൂവ് ദാറ്റ് ചെയ്തു. ദെൻ ക്രൈറ്റീരിയ ഫോർ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ക്രൈറ്റീരിയ 3 sides of one triangle equal to 3 sides of another triangle, 1 side and 2 angles on its end, 2 sides and 1 angle between them. അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് അപ്ലൈ ചെയ്തു. തിയറംസിനെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തു. ഇനിയും കുറച്ച് പ്രോബ്ലവും കുറച്ച് ടോപ്പിക്സൊക്കെ തന്നെയാണ്. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. തേർഡ് പാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് പ്രോബ്ലം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതുക. 2 chords intersect at a point on a circle. 2 chords intersect at a point on a circle and the diameter through this point bisect the angle between the chords. ബൈസെക്റ്റ് ചെയ്യുന്നു. കോഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. Prove that the chords have the same length. അപ്പോൾ ഒരേ സാധനങ്ങളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മോഡൽ ചോദിച്ചിട്ടുണ്ടാവാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡയമീറ്റർ AD, then AB and AC are the 2 chords. AB and AC are the 2 chords. അവിടെ ജോയിൻ ചെയ്തു. പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. സെൻറ്റർ O, then is perpendicular OP and OQ. ദെൻ ഈ 2 ആംഗിൾ സെയിം ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോഡ് ലെങ്ത് ഈക്വൽ ആണ്. ഞാനൊന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കുക. 2 chords intersect at the point on a circle. AB and AC are chords intersect at the point on a circle A. Through this point, the diameter through this point bisect the angle between the chords. ഇതിലൂടെ ഈ പോയിന്റിലൂടെ വരയ്ക്കുന്ന ഡയമീറ്റർ ആണ് AD. ദെൻ AD ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ബൈസെക്ട് ദി chords between the chords, angle between the chords. Prove that the chords have the same length. ഈ കോഡിൻ്റെ ലെങ്ത് AB ആൻഡ് AC ആർ ഈക്വൽ ലെങ്ത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ O, സാധാരണ നമുക്കറിയാം ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ O, then AB and AC are the 2 chords. AD is the diameter. Then construct OP perpendicular AB and OQ perpendicular AC. Then angle OAP equal to OAQ. These angles are equal. Bisector ആണ്. അത് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ആണ്. Then consider triangle AOP. AOP and AOQ. പറഞ്ഞേ AOP and AOQ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ AOP and AOQ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ആംഗിൾ OAP ഈക്വൽ ടു ആംഗിൾ OAQ ഗിവൺ. ഈ 2 ആംഗിൾ സെയിം ആണ്, ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q 90 ഡിഗ്രി കൺസ്ട്രക്ഷൻ ചെയ്തു. Therefore, third angles are also equal. Angle AOP equal to angle AOQ. Third angles are also equal. നമുക്കറിയാം 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിളും ഈക്വൽ ആണെന്നുള്ളത് ഏതൊരു സ്വാഭാവികമായിട്ടൊരു ട്രയാങ്കിൾ പഠിച്ചൊരു കുട്ടിക്ക് അറിയാം. ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് എല്ലാവർക്കും അറിയാം ട്രയാങ്കിൾസിൽ 2 angles are equal. Therefore, third angles are also equal. Then OA is equal to OA, common side. OA is equal to OA. ഇവിടെ നോക്കൂ, OA is equal to OA common side.
angle OAP equal to OAQ, AOP equal to AOQ. One side and two angles on its end. അല്ലേ? One side and two angles on its end of triangle AOP are equal to one side and two angles on its end of triangle AOQ. Both triangles are equal. Both the triangles are equal. Therefore, both the triangles are equal. AP is equal to AQ. AP is equal to AQ. And the AP is equal to AQ വരാൻ കാരണം corresponding parts അല്ലെങ്കിൽ side opposite to equal angles are equal. അപ്പോൾ AP എന്ന് പറയുന്ന പാർട്സും AQ എന്ന് പറയുന്ന പാർട്സും ഈക്വൽ ആയി. AP equal to AQ എന്ന് പറഞ്ഞാൽ എന്താണ്? AP is the half AB perpendicular drawn from AQ എന്താണ്? half AC perpendicular drawn from center of the circle to point of the chord bisect the chord. കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെ AP എന്ന് പറഞ്ഞാൽ ഹാഫ് AB, AQ എന്ന് പറഞ്ഞാൽ ഹാഫ് AC. കട്ട് ഓഫ് ABC equal to AC, ABC equal to AC. രണ്ട് കോഡ്സ് ലെങ്ത് എന്തായി മാറി? ഈക്വലായിട്ട് മാറി. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒരേപോലത്തെയാണല്ലോ തോന്നും. ഒരേപോലത്തെ തന്നെയാണ്. ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ഡിഫറൻ്റാണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഡിഫറൻ്റാണ്. അപ്പോൾ അത് ക്യാച്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഫിഗർ വരച്ച് അതിനനുസരിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടത്തി അതിനനുസരിച്ചിട്ട് പ്രൂഫ് ഇട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം. മാത്സ് ആദ്യം പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് പഠിച്ചില്ലെങ്കിൽ മാത്രമേ മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബൈഹാർട്ടായിട്ട് ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. ബൈഹാർട്ട് പഠിക്കേണ്ട കുറേ ലോജിക് സാധനങ്ങളുണ്ട്. അതൊക്കെ ബൈഹാർട്ട് പഠിക്കും വേണം. ബൈഹാർട്ട് പഠിക്കേണ്ടതായിട്ട് പഠിക്കില്ല. പഠിക്കേണ്ടാത്തൊക്കെ ബൈഹാർട്ടാക്കി പഠിച്ചുള്ളതിൽ കൊളാക്കുകയും ചെയ്യും. അതാണ് നിങ്ങളെയൊക്കെ പരിപാടി. ശ്രദ്ധിക്കട്ടാ, വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതൊന്നുകൂടി പറയാം. ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ AB and AC are two chords. Construct OP perpendicular AB and OQ perpendicular AC. Angle OAP equal to angle OAQ. Consider triangle AOP and AOQ. OA is equal to OA. Angle OAP equal to OAQ. AOP equal to AOQ. One side and two angles on its end of triangle AOP are equal to one side and two angles on its end of triangle AOQ. Both the triangles are equal. Therefore, AP is equal to AQ. Corresponding sides AP എന്ന് പറഞ്ഞാൽ ഹാഫ് AB, AQ എന്ന് പറഞ്ഞാൽ ഹാഫ് AC. Therefore, AB is equal to AC. Length of the chords are equal. Very good. Correct. Perfect. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ സർക്കിൾസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഒരേപോലെ തോന്നും. ഒരേപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ആ സെക്ഷനിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇൻ ദി പിക്ചർ ഓൺ ദി റൈറ്റ് അല്ലെങ്കിൽ ബിലോ അല്ലെങ്കിൽ എവിടെയോ ആട്ടെ, ഇൻ ദി പിക്ചർ ഓൺ ദി റൈറ്റ്, ദി ആംഗിൾസ് ബിറ്റ്വീൻ ദി റേഡിയൈ and the chords are equal. Angles between the radii and the chords are equal. Prove that the chords are of the same length. The chords are of the same length. ഉണ്ടോ? കോഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആക്കാനുള്ള എത്ര കേസാണ് വന്നിരിക്കുന്നത് നോക്കണം. കണ്ടോ? അത് സെൻറ്റർ O, AB ഒരു കോഡ്, അടുത്ത കോഡ് CD. ഈ ആംഗിളാണ് സെയിം. കാരണം ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് റേഡിയൈ. ഒരു പെർപെൻഡിക്കുലർ കോഡ് കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ പേര് Q തന്നെ കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ പേര് P എന്ന് കൊടുക്കുക. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനും ഫിഗറും കൂടി ഞാൻ കമ്പയർ ചെയ്യുക. ഇൻ ദി പിക്ചർ, ഓക്കെ, ഇതാ പിക്ചർ ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയൈ ആൻഡ് ദി കോഡ്സ്, ദാ കോഡ് ആൻഡ് റേഡിയൈ, ഈ ആംഗിളും ആംഗിൾ ബിറ്റ്വീൻ റേഡിയൈ ആൻഡ് കോഡ്, ദീസ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. പ്രൂവ് ദാറ്റ് ദി കോഡ്സ് ആർ ഓഫ് ദി സെയിം ലെങ്ത്, AB ആൻഡ് CD ആർ ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫിഗർ പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് നോക്കുക. ഇൻ ദി ഫിഗർ
a circle with a centro. Then AB and CD are two chords. OA and OC are radii. Construct OP perpendicular AB and OQ perpendicular CD. ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതി വെക്കണം. That's all. Then consider triangle AOP and COQ. AOP and COQ. AOP and COQ. പറഞ്ഞേ AOP and COQ. പറഞ്ഞേ AOP and COQ. ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം? OS equal to OC. OS equal to OC റേഡിയൈ. നല്ലതാ, OC എന്ന് പറഞ്ഞാൽ നല്ല സാധനം. OS equal to OC റേഡിയൈ. ആംഗിൾ OAP equal to ആംഗിൾ OCQ. ആംഗിൾ OAP equal to OCQ. ഈ ആംഗിളും സെയിം ആണ്, ഗിവൺ തന്നിട്ടുണ്ട്. ആംഗിൾ P equal to ആംഗിൾ Q 90 ഡിഗ്രി. കൺസ്ട്രക്ഷൻ, ഇത് രണ്ടും കൺസ്ട്രക്റ്റഡ് ആണ്, പെർപെൻഡിക്കുലർ വരച്ചു. ദെയർഫോർ തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ആംഗിൾ AOP equal to ആംഗിൾ COQ. AOP equal to COQ. വൃത്തിയായിട്ട് എഴുതി വെക്കണേ. ഇവിടെ നോക്കിനി, OS equal to OC. സൈഡ്സ് 2 ആംഗിൾസ് ഓൺ ഇറ്റ്സ് എൻഡ്. ഈ ആംഗിളും സെയിം ആണല്ലോ. One side and 2 angles on its end of triangle AOP are equal to triangle COP. Both the triangles are equal എന്ന് പറഞ്ഞില്ലേ? ദാ, this angle equal to this angle, this angle equal to this angle. OS equal to OC. അപ്പോൾ one side and 2 angles on its end of triangle AOP are equal to one side and 2 angles on its end of triangle COQ. Both the triangles are equal. Therefore എന്താ പറയുക? AP is equal to CQ. കറസ്പോണ്ടിങ് പാർട്സ്, അതായത് ഈക്വൽ ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് പാർട്സ്. AP എന്ന് പറഞ്ഞാൽ ആരാ? ഹാഫ് AB. CQ ആരാ? ഹാഫ് CD. കട്ട് ഓഫ്. അപ്പം എന്ത് വന്നു? AB is equal to CD. AB is equal to CD. കിട്ടിയല്ലോ. അപ്പോൾ കുറേ ടൈപ്പിൽ കോഡ് ലെങ്ത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അത് വൃത്തിയായിട്ട് 2 times 3 times എഴുതി പ്രാക്ടീസ് ചെയ്താലുള്ളൂ ഏത് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മക്കളെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. നോക്കൂ, ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കൂ കേട്ടോ. കണ്ണുരുട്ടി ഇങ്ങോട്ട് നോക്കൂ. ഇൻ ദി സർക്കിൾ അല്ലെങ്കിൽ ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ O, AB and CD are the chords. Join OP and construct OP and OQ perpendicular to AB and CD. OA, OC are radii. Consider triangle AOP and COQ. Angle A equal to angle C, given. Angle P equal to angle Q 90 degree. Therefore angle AOP equal to COQ. Third angles are also equal. OA, OC equal radii. One side and 2 angles on its end of triangle AOP are equal to one side and 2 angles on its end of triangle COQ. Both the triangles are equal. Therefore AP is equal to CQ. Side opposite to equal angles are equal. AP half AB, CQ half CD. Cut off. AB is equal to CD. അപ്പോൾ ഇത് കംപ്ലീറ്റ് കൂടുതൽ വന്നിരിക്കുന്നത് ഏത് ചാപ്റ്ററാണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിന്നാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഈക്വൽ ട്രയാങ്കിൾസ് ഒന്നും പഠിക്കാഞ്ഞ്? അല്ല, ഈക്വൽ ട്രയാങ്കിൾസ് അവിടെ പഠിച്ചത് കൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് ഈ ചാപ്റ്ററിലൂടെ വന്നിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സർക്കിൾ റിലേറ്റഡ് ആയിട്ട് ട്രയാങ്കിളുമായി റിലേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസാണ് നമ്മളിപ്പോൾ തീർത്തിരിക്കുന്നത്. ഈക്വൽ കോഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ തീർത്തു. എല്ലാം ഈക്വൽ കോഡ്സ് എന്ന് അപ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ആ ടോപ്പിക്കിൻ്റെ പേര് പോലെ തന്നെ ഈക്വൽ കോഡ്സ് തന്നെയാണ്. എല്ലാ ഈക്വൽ കോഡ്സ് എന്ന് പറയുന്ന കേസ് തന്നെയാണ് ഒക്കെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെരി ഗുഡ്സ്. അടുത്ത ടോപ്പിക്കിന് നമുക്ക് ഒരു പേര് കൊടുക്കാം, ലെങ്ത് ഓഫ് കോഡ്സ്. അടുത്തൊരു ടോപ്പിക്കിന് പേര് കൊടുക്കുക എല്ലാവരും, ലെങ്ത്
ലെങ്ത് ഓഫ് കോഡ്സ്, കോഡ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, ലെങ്ത് ഓഫ് കോഡ്സ്. ഇനി എല്ലാവരും കൂടി ഫോക്കസ് ചെയ്യാം. ഇൻ ദ സർക്കിൾ, എ സർക്കിൾ, ദെൻ എ ബി ഇസ് ദി കോഡ്. കോഡ് ലെങ്ത്തിനെ സി എന്ന് എടുക്കുക. CHORD ആണ് കോഡ്. കോഡ് അല്ലാണ്ട് ചോടല്ല കേട്ടോ, സോഡല്ല. CHORD കോഡ്, ചോഡ് എന്നല്ല. ദെൻ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ടു കോഡ് ഡി എന്നെടുത്തു. ഡി പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ടു കോഡ് ബൈസെക്ട് ദി കോഡാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? C/2 എന്നാണ് വരിക. റേഡിയൈ 6 ആക്കിയെടുത്തു. റേഡിയൈ 6 ആക്കിയെടുത്തു. റേഡിയൈ എന്താക്കിയെടുത്തു? 6 ആക്കിയെടുത്തു അല്ലേ. ദെൻ ലെങ്ത് ഓഫ് കോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി കോഡ്, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി കോഡ് എന്താണ്? ഡി ആക്കിയെടുത്തു. ദെൻ ലെങ്ത് ഓഫ് ദി കോഡ് സി, ഹാഫ് ഓഫ് ദി കോഡ് ഹാഫ് സി അല്ലെങ്കിൽ C/2. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. ഒന്നുകൂടി ശ്രദ്ധിക്കുക. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു പോയിൻ്റ് ഓൺ ദി കോഡ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് എന്താണ്? ഡി ആക്കിയെടുത്തു. ദെൻ ഹാഫ് ദി കോഡ് ബൈസെക്റ്റ് ചെയ്യുന്നു. കോഡിനെ ബൈസെക്റ്റ് ചെയ്താൽ C/2. അപ്പോൾ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം R² D² പ്ലസ് C/2² എന്ന് എഴുതിക്കൂടെ. R² ഹൈപ്പോട്ടന്യൂസ്² ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. D² R² മൈനസ് C/2² ഡിസ്റ്റൻസ് കാണാൻ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കാണാൻ മൈനസ്. C/2² R² മൈനസ് D². ഇതൊരു ക്രിയേഷനാണ്, ഫോർമുല ക്രിയേഷനാണ്. ഫോർമുല ഓർത്ത് വെക്കണമെന്നില്ല, പക്ഷേ ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചോളണം. അപ്പോൾ R² റേഡിയസ് സ്ക്വയർ D² പ്ലസ് C/2². D² R² മൈനസ് C/2². C/2² R² മൈനസ് D². ഇനി എല്ലാത്തിനും റേഡിയസ് കാണാൻ R √D² പ്ലസ് C/2². D √R² മൈനസ് C/2². C 2 ഇൻറ്റു √R² മൈനസ് D². എന്താ 2 എഴുന്ന് വന്ന് ഇതാ C/2 വരുമ്പോൾ ആ /2 അങ്ങോട്ട് കൊണ്ടുപോയതാണ്. √R² മൈനസ് D². C കാണാൻ 2 ഇൻറ്റു √R² മൈനസ് D². അപ്പോൾ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാണ്. ഫോർമുലയിലൂടെ തന്നെ കണ്ടാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസും കോഡ് ലെങ്ത്തും തന്നാൽ റേഡിയസ് കാണാൻ R പറഞ്ഞാട്ടെ D² പ്ലസ് C/2². ഉറക്കെ പറയും. R D² പ്ലസ് C/2². ദെൻ D കാണാൻ √R² മൈനസ് C/2². C കാണാൻ 2 ഇൻറ്റു √R² മൈനസ് D². R is the radius of the circle, D is the perpendicular distance, C is the length of the chord. Length of the chord, length of the chord. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടി ഞാൻ ഫോർമുല പറയുന്നു. പൈതഗോറസ് തിയറമാണെന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ R √D² പ്ലസ് C/2². Then D √R² മൈനസ് C/2². Then C 2 ഇൻറ്റു √R² മൈനസ് D². ഒന്നും കൂടി ഞാൻ പറയാണ്. R പറഞ്ഞാൽ മതി, റേഡിയസ് പറഞ്ഞാൽ മതി. R √D² പ്ലസ് C/2². Then D √R² മൈനസ് C/2². C 2 ഇൻറ്റു √R² മൈനസ് D². ആണല്ലോ. രണ്ടെണ്ണം കാണാൻ മൈനസും ഒരെണ്ണം കാണാൻ പ്ലസ്സും. റേഡിയസ് കാണാൻ പ്ലസ്സാണ് എന്ന് ഓർക്കുക. ഈ 2 എങ്ങനെ വന്നു എന്നുള്ളത് അറിയാം. C/2² എന്ന് പറഞ്ഞാൽ C/2 പറഞ്ഞാൽ എത്ര വരെ? √R² മൈനസ് D² എന്നാണ്. ഈ /2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറുന്നതാണ്? ഇൻറ്റു ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഫോർമുല കിട്ടിയല്ലോ. റേഡിയസ് ഓഫ് ദി സർക്കിൾ R, D is the perpendicular distance from center of the circle to point of the chord. Length of the chord equal to C.
Then relation between radius, distance and chord equal to r is equal to root of d square plus c by 2 whole square. D is equal to root of r square minus c by 2 whole square. Then c is equal to 2 into root of r square minus d square. ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിലൂടെ നമുക്കത് ചെയ്യാം. What is the length of a chord? What is the length of a chord at a distance of 4 centimeter? At a distance of 4 centimeter from the center of a circle of radius 5 centimeter. What is the length of a chord at a distance of 4 centimeter from the center of a circle of radius 5 centimeter. ഒരു സർക്കിൾ വരയ്ക്കുക. സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെയുള്ള സെൻറ്ററിൽ നിന്ന് എത്ര പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം 4 സെൻറ്റിമീറ്റർ അകലെയുള്ള റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള കോഡ് ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ സർക്കിള് റേഡിയസ് 5 സെൻറ്റിമീറ്റർ, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് എന്താണ്, സെൻട്രൽ നിന്ന് പോയിൻ്റ് ഓഫ് ദി കോഡിലേക്ക് ഡിസ്റ്റൻസ് വരച്ചിരിക്കുന്നു. അതെത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. കോഡ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോഡ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് കോഡ് ലെങ്ത് കാണേണ്ടത്? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. 2 ഇൻറ്റു ആർ എത്ര മക്കളെ? 5 സ്ക്വയർ. ഡിസ്റ്റൻസ് എത്ര? 4 സ്ക്വയർ. 2 ഇൻറ്റു റൂട്ട് ഓഫ് 25 മൈനസ് 16. 2 ഇൻറ്റു 9. റൂട്ട് 9 എത്ര? 3. 2 3 സാർ എത്ര? 6. 2 3 സാർ എത്ര? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദി കോഡ് എത്ര കിട്ടി? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, ലെങ്ത് ഓഫ് കോഡും ഡിസ്റ്റൻസും റേഡിയസും ഒക്കെ റൈറ്റ് ട്രയാങ്കിളാണ് ഫോം ചെയ്യുക. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്റ്റ് ആണ്. സെൻറ്ററിൽ നിന്ന് ഒരു ലൈന് നമുക്ക് വരയ്ക്കുമ്പോൾ അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ആ ലൈന് പാസ് ചെയ്യുന്നെങ്കിൽ അത് കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് എന്ത് ചെയ്തു? ഇവിടെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോഡ് ലെങ്ത് ആണ്. സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. 2 ഇൻറ്റു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 25 മൈനസ് 16 റൂട്ട് 9. 3. 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എത്ര? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എപ്പോഴും ചെയ്യാനൊരു റഫ് ഫിഗർ വരച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ റഫ് ഫിഗർ വരച്ചാലേ നമുക്ക് സിമ്പിളായിട്ട് കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കുക എല്ലാവരും. ഇൻ എ സർക്കിൾ എ കോഡ് 1 സെൻറ്റിമീറ്റർ away from the center is 6 centimeter long. Away from the center is 6 centimeter long. What is the length of a chord? What is the length of a chord? What is the length of a chord? Full stop. What is the length of a chord? What is the length of a? എന്താ പറയുന്നത്? In a circle, a chord 1 centimeter away from the center is 6 centimeter long. What is the length of a chord 2 centimeter away from the center? 2 centimeter away from the center. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സർക്കിളിൽ 1 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു കോഡ് ലെങ്ത് എത്രയാണ്? 6 ആണ്. അതിനെ 3 ആക്കി എടുത്തു. 6 ആണ് അത്. ദെൻ 2 സെൻറ്റിമീറ്ററുള്ള ലെങ്ത് ഓഫ് കോഡ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ലെങ്ത് ഓഫ് കോഡ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 to 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ലെങ്ത് ഓഫ് കോഡ് 6, അതിനെ ബൈസെക്റ്റ് ചെയ്തു 3 ആയിട്ട് മാറി. ദെൻ സെൻറ്ററിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിലുള്ള ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്ററിൽ
കോഡ് ലെങ്ത്ത് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇതിൽ നിന്ന് റേഡിയസ്, ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ, കോഡ് ലെങ്ത്ത് 6 എന്ന് പറയുന്ന ഈ കേസിൽ നിന്ന് റേഡിയസ് ഓഫ് ദി സർക്കിൾ കാണാം. R കാണാനുള്ള ഫോർമുല എന്തായിരുന്നു മക്കളെ? R is equal to root of പറഞ്ഞേ d square plus c/2 whole square. d എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 സ്ക്വയർ പ്ലസ് c 6 ആണ്. 6ൻ്റെ ഹാഫ് 3 സ്ക്വയർ, പിന്നെ 3 എടുത്താൽ മതി. എത്ര വന്ന്? 1 പ്ലസ് 3 സ്ക്വയർ 9. റേഡിയസ് ഈക്വൽ ടു √10. അപ്പോൾ ഒരു സർക്കിളിന് ഒരു റേഡിയസ് അല്ലേ ഉണ്ടാവുള്ളൂ? 10 റേഡിയസ് ഉണ്ടാവുമോ? ഇല്ല, ഒറ്റ റേഡിയസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ് 1 സെൻറ്റിമീറ്റർ, കോഡ് ലെങ്ത്ത് 6. ദെൻ ഫൈൻഡ് ദി റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തു. പൈത്തഗോറസ് തിയറത്തിൽ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് d സ്ക്വയർ പ്ലസ് c/2 ഹോൾ സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, 1 പ്ലസ് 9, ദാറ്റ്സ് ഈക്വൽ ടു √10. ദെൻ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ c കാണണം. c is equal to 2 into root of r square minus d square. റേഡിയസ് √10 സ്ക്വയർ മൈനസ് ഡിസ്റ്റൻസ് 2 സ്ക്വയർ. 2 ഇൻറ്റു √10ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 10, 4, 2√6. അപ്പോൾ ലെങ്ത് ഓഫ് കോഡ് എത്രയാണ് വന്നിരിക്കുന്നത്? 2√6 ആണ്. ലെങ്ത് ഓഫ് കോഡ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2√6 ആണ്. മെഷർമെൻ്റ് ഒന്നുമില്ല, അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് കേസിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിച്ചു, സെക്കൻഡ് കേസിൽ നിന്ന് കോഡ് ലെങ്ത്ത് കണ്ടു. റേഡിയസ് കാണാൻ r is equal to root of c/2 ഹോൾ സ്ക്വയർ പ്ലസ് d സ്ക്വയർ, അല്ലെ d സ്ക്വയർ പ്ലസ് c/2 ഹോൾ സ്ക്വയർ. √10 ആണ് റേഡിയസ്. സെക്കൻഡ് കേസിൽ നിന്ന് c കണ്ടുപിടിച്ചു, കോഡ് ലെങ്ത്ത് c is equal to 2 into root of r സ്ക്വയർ മൈനസ് d സ്ക്വയർ. √10 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. √10ൻ്റെ സ്ക്വയർ എത്രയാണ്? 10. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 10 - 4 എത്ര? 6. 6ന് റൂട്ടില്ല. 2√6 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചാൽ മതി. 2√6 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇത് നല്ലൊരു ലോജിക്ക് പ്രോബ്ലമാണ്. എന്ത്? ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തിയറ പ്രകാരം നമ്മൾ അതിനെ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ചെയ്യാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും പിന്നെ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ ഒരു കൺസ്ട്രക്ഷനും ആയിട്ടൊരു ടോപ്പിക്കും കൂടി നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്ക് കൺസ്ട്രക്ഷനാണ്. 4th പാർട്ടോടുകൂടി നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പഠിച്ചിരിക്കുന്ന ഈക്വൽ കോഡ്സിൻ്റെ കുറച്ച് തിയറംസ് പ്രാക്ടീസാക്കി. പിന്നെ ലെങ്ത് ഓഫ് കോഡ്സ് കാണാൻ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തു. ദെൻ r is the radius of the circle, d is the distance from center, perpendicular distance from center to point on the chord, and c is the length of chord. Perpendicular distance തന്നെ പറയണേ. Then r is equal to root of c/2 square plus d square. Then d is equal to root of r square minus c/2 whole square. Then c is equal to 2 into root of r square minus d square. കറക്റ്റ് ചെയ്തല്ലോ. ആ ഫോർമുല എപ്പോഴും ഓർത്ത് വെച്ചോല. RDC റിലേഷൻ എന്നാണ് പറയുക. RDC എന്താ റിലേഷൻ? RDC റേഡിയസ് ഡിസ്റ്റൻസ് കോഡ്. RDC റേഡിയസ് ഡിസ്റ്റൻസ് കോഡ്. RDC റേഡിയസ് ഡിസ്റ്റൻസ് കോഡ്. ആ റിലേഷനാണ് ഓർത്തിരിക്കേണ്ടത്. RDC റിലേഷൻ. r റൂട്ട് ഓഫ് d സ്ക്വയർ പ്ലസ് c/2 ഹോൾ സ്ക്വയർ, d root of r square minus c/2 whole square, c 2 into root of r square minus d square. RDC എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തീർത്തത്. 4th പാർട്ടോടുകൂടി സർക്കിൾസ് ഫിനിഷ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.